ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ BMSന്റെ 21ാമത് ദേശീയ സമ്മേളനത്തിന് ഒഡീഷയിലെ പുരിയിൽ തുടക്കമായിരിക്കുന്നു. കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. തൊഴിൽ മേഖലയിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങളാണ് അദ്ദേഹം BMSന്റെ വേദിയിൽ വിശദീകരിക്കുന്നത്. തിരുവല്ലയിൽ ഗുണ്ടാപിരിവ് നൽകാത്തതിന് യുവതിയോട് ക്രൂരത. സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. കാപ്പ കേസ് പ്രതി സുബിൻ അലക്സാണ്ടറും സംഘവും ചേർന്നാണ് അതിക്രമം നടത്തിയത്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. ഫെബ്രുവരി 1-ാം തീയതിയാണ് സംഭവം. ഗോകുൽ രമേശ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഈ തിരുവല്ല നഗരമധ്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ഫെബ്രുവരി മാസം 1-ാം തീയതി ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇത് പുറം ലോകം അറിയാൻ തന്നെ ഏതാണ്ട് 4 ദിവസത്തെ കാലതാമസമുണ്ടായത്? മറ്റ് വിശദാംശങ്ങൾ പറയും. ഗൗതം, നിലവിൽ ഈ പരാതി ലഭിക്കാൻ താമസിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് വിശദീകരണമായിട്ട് ലഭിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഒരു കാലതാമസം ഈ സംഭവം പുറത്തറിയാൻ ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും ഫെബ്രുവരി 1-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉച്ചയോടുകൂടി പട്ടാപ്പകലാണ് സ്പാ ജീവനക്കാരിയെ ഗുണ്ടകൾ ചേർന്നുകൊണ്ട് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്ന ഒരു സംഭവം പത്തനംതിട്ട തിരുവല്ല നഗരമധ്യത്തിൽ ഉണ്ടായത്. അതായത് ഈ ഗുണ്ടകൾ ചേർന്നുകൊണ്ട് ഗുണ്ടാപിരിവ് സ്ഥിരമായി നടത്തിയിരുന്ന ഒരു മേഖലയാണ് അവിടെ. അവര് 25,000 50,000 രൂപയൊക്കെ സ്ഥിരമായി ഗുണ്ടാപിരിവ് നടത്തിയിരുന്നു. ഈ സുബിൻ അലക്സാണ്ടർ, അയാൾ അറിയപ്പെടുന്നത് മരണ സുബിൻ എന്നുള്ളതാണ്. അയാളുടെ നേതൃത്വത്തിലുള്ള 6ഓളം ഗുണ്ടകൾ ചേർന്നുകൊണ്ടാണ് ഗുണ്ടാപിരിവ് നടത്തിയിരുന്നത്. ഇത്തരത്തിൽ സ്പാ ജീവനക്കാരി ഒരു തവണ ഗുണ്ടാപിരിവ് നൽകില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇവർ ഈ ജീവനക്കാരിക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുന്ന ഒരു സംഭവം ഉണ്ടായത്. ദൃശ്യങ്ങൾ, അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഗുണ്ടകൾ അകത്ത് കയറിയതിനു ശേഷം ആ കതകടച്ചിട്ട് ആ ജീവനക്കാരിയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ മരണ സുബിൻ എന്ന് പറയുന്ന സുബിൻ അലക്സാണ്ടർ ഉൾപ്പെടെ 3 പേരെ നിലവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആകെ 6 പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 3 പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളതായിട്ടാണ് തിരുവല്ല പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കുറ്റപ്പുഴയിലെ വീട്ടിൽ നിന്നാണ് സുബിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് നഗരമധ്യത്തിൽ പട്ടാപ്പകലാണ് ഈ രീതിയിലൊരു സംഭവം നടന്നത്. എന്തായാലും പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. കാരണം ഇങ്ങനെ കാപ്പ കേസ് പ്രതി കൂടിയിട്ടാണ് ഈ പ്രധാന പ്രതിയായിട്ടുള്ള സുബിൻ. അയാളാണ് അതിനുശേഷവും ഈ ഗുണ്ടാ പിരിവും ഒക്കെ ആയിട്ട് ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് ഗുണ്ട അതിക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ പട്ടാപ്പകൽ തന്നെ ഒരു ജീവനക്കാരിയെ അവരുടെ സ്ഥാപനത്തിൽ കയറി ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും 3 പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം. ബാക്കി മറ്റ് 3 പ്രതികളുടെ അറസ്റ്റ് നടപടികളടക്കം പൂർത്തീകരിച്ചിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ തിരുവല്ല പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഗൗതം. ഓക്കെ ഗോകുൽ, എന്തായാലും നമ്പർ 1 കേരളം എന്ന വലിയ പ്രചരണം ഒരു ഭാഗത്ത് സർക്കാരും മറ്റും നടത്തുന്ന സാഹചര്യത്തിനിടയിലാണ് നോക്കൂ, ഒരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സ്പാ ജീവനക്കാരിയെ ക്രിമിനലുകൾ ചേർന്ന കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്നു. അത് ഫെബ്രുവരി 1-ാം തീയതി നടന്നിട്ട് ഈ സംഭവം കേരളം അറിയുന്നത് തന്നെ ഇന്നിപ്പോൾ ഫെബ്രുവരി 6-ാം തീയതിയാണ് എന്നുള്ളതാണ്. തിരുവല്ലയിലാണ് ഈ സംഭവം നടന്നത്. ഗോകുൽ രമേശാണ് വിവരങ്ങളുമായി ചേർന്നത്.